മലപ്പുറം ജില്ലാ വിഭജനം അതാണ് കുറച്ച് കാലങ്ങളായിട്ട് അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രത്യേകിച്ചും ചർച്ചകളിലൊക്കെ ഉള്ളത്. കാരണം വലിയ ഒരു ബജറ്റിലടക്കം അത് പുതിയ ജില്ലകളെക്കുറിച്ച് പരാമർശങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് കൂടുതൽ ചർച്ചയാവുകയാണ്. യഥാർത്ഥത്തിൽ മലപ്പുറം ജില്ലാ വിഭജനം എന്നുള്ളതല്ല പരിഹാരം എന്നുള്ളതാണ് കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നത്. മലപ്പുറമല്ല, മലബാർ മേഖല തന്നെ വലിയ രൂപത്തിൽ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. മലബാർ മേഖല തന്നെ മൊത്തത്തിൽ അതൊന്ന് പുനഃക്രമീകരിച്ചുകൊണ്ട് പുതിയ ജില്ലകൾ ആവശ്യമാണ്. കേവലം മലപ്പുറത്ത് മാത്രമല്ല പ്രശ്നം എന്നുള്ളതാണ്. മലപ്പുറത്തെ പ്രശ്നം വളരെ ഭീകരമാണ്. മറ്റ് പ്രദേശങ്ങളിലടക്കം, പ്രത്യേകിച്ചും കോഴിക്കോടും പാലക്കാടും അതേപോലെ തന്നെ കണ്ണൂരും കാസർഗോഡും അടക്കം കൂടുതൽ ഗവേണൻസിൻ്റെ എളുപ്പത്തിന് വേണ്ടി പുതിയ ജില്ലകൾ എന്നുള്ളത് ഒരു അടിസ്ഥാന ആവശ്യമായി നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഞാൻ കൃത്യമായ ചില കണക്കുകൾ പ്രകാരമാണ് ഈ ഒരു പ്രസൻറ്റേഷനിൽ ചില കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ കണക്കുകൾ പ്രധാനമായിട്ടും അവലംബിച്ചിട്ടുള്ളത് PV അൻവർ പുറത്തുവിട്ടിട്ടുള്ള മലബാറിൻ്റെ ഒരു ഇപ്പോഴുള്ള ഒരു അവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു ഡോക്യുമെൻ്റാണ്. ആ ഡോക്യുമെൻ്റാണ് കൂടുതൽ കണക്കുകൾക്കും അവലംബമാക്കി വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ PV അൻവർ തന്നെ മുന്നോട്ട് വെക്കുന്ന ചില പരിഹാര ശ്രമങ്ങളെക്കുറിച്ചടക്കം ഇതിൽ നമുക്ക് പരാമർശിച്ച് പോകാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. അപ്പോൾ എനിവേ ആ കണക്കുകൾ നമ്മൾ പരിശോധിച്ച് നോക്കുക. ആദ്യം നമ്മൾ ഈ മുൻധാരണകൾ മാറ്റണം. ഓക്കെ, മലപ്പുറം ജില്ല മാത്രം കണ്ട് വിഭജിക്കാൻ വേണ്ടി നിൽക്കുക, അല്ലെങ്കിൽ ആ മലപ്പുറത്തെക്കുറിച്ചുള്ള ഓൾറെഡി ഉള്ള കുറേ മുൻധാരണകൾ വെച്ച് അവരോടുള്ള ചില വംശീയമായ മുൻവിധികൾ വെച്ചുകൊണ്ടല്ല നമ്മൾ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടത്. മറിച്ച് നമ്മൾ നോക്കുക ഇന്ത്യയിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ എങ്ങനെയാണ് ജില്ലാ വിഭജനങ്ങൾ നടന്നിട്ടുള്ളത്, എന്താണ് അതിൻ്റെ അടിസ്ഥാനമായി വരാറുള്ളത്, ആ അടിസ്ഥാനങ്ങൾ ഇവിടെ പാലിക്കപ്പെടുന്നുണ്ടോ, അതിൽ മലപ്പുറത്തിന് മാത്രമാണോ പ്രശ്നം, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കൃത്യമായൊരു ധാരണ നമുക്ക് ലഭിക്കും. ഒരു ജില്ലാ വിഭജനം എന്ന് പറയുന്നത് വലിയ ഭീകരവൽക്കരിക്കുന്നത് കൊണ്ട് മൊത്തം മലയാളികൾക്കും കേരളീയർക്കും തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം വരുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് ഈ ജില്ലാ വിഭജനം തീരെ നടക്കാത്തൊരു കാര്യം. ഉദാഹരണത്തിന് 1981-ലെയും 2025-ലെയും കണക്കുകൾ നമ്മൾ എടുക്കുക. മറ്റ് സംസ്ഥാനങ്ങളെയും കേരളത്തിൻ്റെയും ജില്ലകളുടെ എണ്ണം നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഇത് ശരിക്കും മനസ്സിലാവും. അതായത് തമിഴ്നാട്ടിൽ 7 കോടി ജനങ്ങളാണുള്ളത്, കേരളത്തിൽ 3.3 കോടി ജനങ്ങളാണുള്ളത്. 1981-ൽ തമിഴ്നാട്ടിൽ 14 ജില്ലകളായിരുന്നെങ്കിൽ ഇപ്പോഴത് 39 ജില്ലകളാണ്. എന്നാൽ 1981-ൽ 12 ജില്ലകളുണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ വെറും 14, എന്ന് വെച്ചാൽ പുതിയ 2 ജില്ലകൾ മാത്രമാണ് ഉണ്ടായത്. ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മളിങ്ങനെ ഭീകരവൽക്കരിക്കുന്നതുകൊണ്ടാണ്. ഇത് ഒരു ജില്ല വിഭജനം എന്ന് പറയുന്നത് അതിൻ്റെ ഗവേണൻസിൻ്റെ ഈസിനെസ്സും അതേപോലെ തന്നെ ജനസംഖ്യയും മറ്റു കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടാണ് ഈ ജില്ലാ വിഭജനം നടക്കുക. ഇത് എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോഴേക്ക് നമ്മളിങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലുള്ള നമുക്ക് മലയാളികൾക്ക് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങൾ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഇനി പോട്ടെ, നമ്മളെക്കാൾ ജനസംഖ്യ കുറഞ്ഞ സംസ്ഥാനങ്ങൾ എടുത്തു നോക്കുക. ഉദാഹരണത്തിന് കേരളത്തിൽ 3.3 കോടി ജനങ്ങളാണ് ഏകദേശം എങ്കിൽ മണിപ്പൂരിൽ 0.25 കോടി, വെച്ചാൽ അത്രയും കുറവാണ് അവിടെയുള്ള ജനസംഖ്യ എന്ന് പറയുന്നത്. അവിടെ 1981-ൽ 9 ജില്ലകളായിരുന്നെങ്കിൽ നമുക്കന്ന് 12 ആയിരുന്നു, അവർക്കന്ന് 9 ആയിരുന്നു. ഇപ്പോൾ അവർക്ക് 16 ജില്ലകളുണ്ട്, നമുക്കിപ്പോഴും 14. നമ്മളെക്കാൾ വളരെ വളരെ കുറവ് ജനസംഖ്യയുള്ള മണിപ്പൂരിൽ ഇപ്പോൾ 16 ജില്ലകൾ, നമുക്കിപ്പോഴും 14. ഇനി പോട്ടെ, ഹരിയാന 2.5 കോടി ജനങ്ങളാണ് ഹരിയാനയിലുള്ളത്, കേരളത്തിൽ 3.3 കോടിയാണ് കേട്ടോ. നമ്മളെക്കാൾ കുറവ് ആണ്. അന്ന് ഹരിയാനയിൽ 12 ജില്ലകളായിരുന്നു, കേരളത്തിലും 12 ജില്ലകളായിരുന്നു. ഇപ്പോൾ ഹരിയാനയിൽ 22 ജില്ലകളാണ്, നമുക്കിപ്പോഴും 14 ജില്ലകൾ. നമ്മളെക്കാൾ കുറവ് ജനസംഖ്യയുള്ള ആസാമിലേക്ക് നോക്കാം. 3.1 കോടി ജനങ്ങളാണ് ആസാമിലുള്ളത്. അന്ന് ആസാമിൽ 1981-ൽ കേരളത്തിൽ 12 ജില്ലകൾ ഉണ്ടായിരുന്ന സമയത്ത് ആസാമിൽ 10 ജില്ലകളായിരുന്നു. ഇപ്പോൾ ആസാമിൽ 35 ജില്ലകളാണ്. നമ്മളെക്കാൾ കുറവ് ജനസംഖ്യയാണ്. തുടക്കത്തിൽ നമ്മളെക്കാൾ കുറവ് ജില്ലകളായിരുന്നു, ഇപ്പോഴവർക്ക് 35, നമുക്കിപ്പോഴും 14. ഇനി നമ്മളോട് ഏകദേശം തുലനം ചെയ്യാൻ പറ്റുന്നതാണ് തെലങ്കാന, ആന്ധ്രാപ്രദേശിൻ്റെ ആ തെലങ്കാന ഭാഗം. അത് 3.5 കോടി, കേരളമായിട്ട് ഏകദേശം തുലനപ്പെടുത്താൻ പറ്റുന്നത്. അവർക്കുള്ളത് 33 ജില്ലകളാണ്. ബീഹാർ അവിടെ 38, ആദ്യം 17 ജില്ലകളായിരുന്നു, അത് 38 എന്ന് വെച്ചാൽ ഇവിടെയൊക്കെ നമുക്ക് ഈ ഒരു വ്യത്യാസം കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത്? ഈ ജില്ലാ വിഭജനം എന്തിനു വേണ്ടിയിട്ടാണ്? ആ ജില്ലാ വിഭജനത്തിലൂടെ കൃത്യമായി വിഭജിച്ച് ജില്ലകളൊക്കെ ആക്കി മാറ്റിയാലാണ്, അത്തരത്തിലുള്ളൊരു അവസ്ഥ ഉണ്ടായാൽ മാത്രമാണ് എന്ത് ചെയ്യുക, ഗവേണൻസ് ഈസി ആവുക, നമുക്ക് വേണ്ട സൗകര്യങ്ങൾ മെച്ചപ്പെടുക, എല്ലാ കാര്യങ്ങളും സംഭവിക്കുക. ഇത് എന്തുകൊണ്ടാണ് കേരളത്തിൽ മാത്രം സംഭവിക്കാത്തത്? ഞാൻ പറയുന്നത് മലപ്പുറത്തിൻ്റെ വിഷയമല്ല ഇത്. കേരളത്തിൽ പൊതുവായി തന്നെ ജില്ലകൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്.
നമ്മളിങ്ങനെ കോഴിക്കോട് എപ്പോഴും കോഴിക്കോടായിട്ടും മലപ്പുറം എപ്പോഴും മലപ്പുറമായിട്ടും കണ്ണൂർ എപ്പോഴും കണ്ണൂരായിട്ടും തന്നെ നിൽക്കണം. അതിൻ്റെ അതിർത്തികൾ ഇങ്ങനെ രാജ്യത്തിൻ്റെ അതിർത്തിയൊക്കെ മാതിരി ഇങ്ങനെ പിന്നെ പരമപരിശുദ്ധമായിട്ട് നിൽക്കണം, അതൊരിക്കലും മാറ്റാൻ പാടില്ല എന്ന് എന്തിനാ വാശി പിടിക്കുന്നത്? ഇനി അതല്ല, ഈ ഇന്ന ആളുകളോടുള്ള ഒരു വിദ്വേഷവും അല്ലെങ്കിൽ അവരോടുള്ള ഒരു മുൻവിധിയൊക്കെ കൊണ്ട് നമ്മൾ ഇമാതിരി പണിയാണ് എടുക്കേണ്ടത്. നമുക്ക് തന്നെയല്ലേ ഇതിനുള്ള പ്രശ്നങ്ങൾ. അതായത് ജില്ല വിഭജിച്ചാൽ എന്താ സംഭവിക്കുക? ജില്ല എന്ന് പറഞ്ഞാൽ, ജില്ലാ അതിർത്തികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സൗകര്യങ്ങൾക്ക് വേണ്ടി അല്ലേ, കളക്ടറേറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് പ്രയാസം അല്ലേ. മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമൊന്നുമല്ലല്ലോ, അല്ലെങ്കിൽ പോട്ടെ മലബാർ ജില്ലകൾ, കണ്ണൂരിലാകട്ടെ കോഴിക്കോടാകട്ടെ പാലക്കാടാകട്ടെ, അവിടെ ഏതെങ്കിലും മതക്കാരോ ഒന്നും അല്ല ഉള്ളത്, എല്ലാവരും ഉണ്ട്, എല്ലാവർക്കും പ്രയാസമാണ്. ഇനി ഞാൻ പറയുന്നത് ഈ പാരാമീറ്റേഴ്സ് എടുത്ത് നോക്കിയാൽ തെക്കുള്ള ജില്ലകളടക്കം ചിലതൊക്കെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട് തീർച്ചയായും. അപ്പോൾ അതൊക്കെ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള, ഏറ്റവും ആവശ്യമുള്ളത് ഇപ്പോൾ മലബാർ ഭാഗത്താണ്. അത് തന്നെ നമ്മളിങ്ങനെ ഈ രൂപത്തിലുള്ള സമീപനം കൊണ്ട് ഇല്ലാതാക്കിയാൽ സംഭവിക്കുന്നത് മൊത്തം കേരളത്തിന് തന്നെയാണ് അതിൻ്റെ പ്രയാസം. നമ്മളെപ്പോഴും ഇങ്ങനെ 14 പിടിച്ചിങ്ങനെ നിൽക്കുക, ഒരു നിലക്ക് മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് കൊണ്ടുള്ള പ്രശ്നം നമ്മൾ തിരിച്ചറിയണം എന്നുള്ളതാണ്. ഇതിൽ മലബാറിൻ്റെ മൊത്തത്തിലുള്ള കണക്കെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ മലപ്പുറത്ത് 41.1 ലക്ഷം, കോഴിക്കോട് 30.9 ലക്ഷം, പാലക്കാട് 28.1 ലക്ഷം, കണ്ണൂർ 25.3 ലക്ഷം. 2011 സെൻസസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ 4 ജില്ലകളിൽ മാത്രമായിക്കൊണ്ട് 1.25 കോടിയിലധികം ജനങ്ങളാണ്. ഈ 4 മലപ്പുറം, കോഴിക്കോട്, പാലക്കാട്, കണ്ണൂർ ജില്ലകളിൽ മാത്രമായിക്കൊണ്ട് 1.25 കോടി ജനങ്ങളാണ്. എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആകെ ജനസംഖ്യയുടെ ഏകദേശം 45% ഈ 4 ജില്ലകളിലാണ്. കേരളത്തിന് ആകെ 14 ജില്ലകളുള്ളത്, അതിൽ 4 ജില്ലകളിലാണ് മൊത്തം സംസ്ഥാനത്തിൻ്റെ 45% ജനങ്ങൾ. ഇത് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നമാണ് അല്ലേ. ആ 4 ജില്ലകളായിട്ടാണോ അത് കിടക്കേണ്ടത്? അല്ല, അത് സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ഏത് പാരാമീറ്റർ എടുത്ത് നോക്കിയാലും അവിടെ പുനഃക്രമീകരണം ആവശ്യമാണ് അല്ലേ. അപ്പോൾ ദക്ഷിണ കേരളമായിട്ട് തുലനം ചെയ്യുമ്പോൾ വളരെ പിന്നോക്കമാണ് ഈ ജില്ലകളെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കൃത്യമായ ഭരണപരമായ അപര്യാപ്തത നമുക്ക് ഈ വിഷയങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. മലപ്പുറം കളക്ടർ 50 ലക്ഷം ആളുകൾക്ക് വേണ്ടി സേവനം ചെയ്യേണ്ടി വരുമ്പോൾ പത്തനംതിട്ട കളക്ടർ 11 ലക്ഷം പേർക്ക് വേണ്ടിയാണ് സേവനം ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കാനുള്ളൊരു കണക്ക് എന്ന് പറയുന്നത്. മലപ്പുറം കളക്ടർ 50 ലക്ഷം ആളുകളെ നോക്കണം, പത്തനംതിട്ട കളക്ടർ 11 ലക്ഷം ആളുകളെ നോക്കേണ്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ 50 ലക്ഷത്തിൻ്റെ എത്രത്തോളം അതിന് ശ്രദ്ധ കിട്ടും, എത്രത്തോളം ഈസിനെസ് കിട്ടും എന്നുള്ളത് നമ്മൾ അതുമാത്രം ആലോചിച്ചാൽ മതി. 4 ചെറിയ ജില്ലകൾ ചേർന്നാൽ പോലും മലപ്പുറത്തിന് അതിനേക്കാൾ കൂടുതൽ അവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഇനി താലൂക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തിരൂർ താലൂക്കിൽ 9.28 ലക്ഷം ആളുകളാണെന്നുണ്ടെങ്കിൽ മല്ലപ്പള്ളി താലൂക്കിൽ അത് 1.34 ലക്ഷം ആളുകളാണ് മല്ലപ്പള്ളി താലൂക്കുള്ളതെങ്കിൽ തിരൂർ അത് 9.28 ലക്ഷം ആളുകളാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. മൊത്തത്തിൽ നമ്മൾ ഇതിൻ്റെ തദ്ദേശ ഭരണഘടനയെയും താലൂക്കുകളുടെയും വില്ലേജുകളുടെയും കണക്കെടുത്ത് നോക്കിയാൽ നമ്മൾ മനസ്സിലാവും. മലപ്പുറത്ത് 50 ലക്ഷത്തിലധികം ആളുകളാണുള്ളത്, പത്തനംതിട്ടയിൽ 11.9 ആണ്, തൃശ്ശൂർ അത് 31 ലക്ഷമാണ്. ഓക്കെ, ഈ 50 ലക്ഷം ആളുകളുള്ള മലപ്പുറത്ത് 7 താലൂക്കുകളാണ്, 11.9 ലക്ഷം ആളുകളുള്ള പത്തനംതിട്ടയിൽ 6 താലൂക്കുകളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇനി തൃശ്ശൂർ 31 ലക്ഷം ആളുകളുള്ള തൃശ്ശൂർ 255 വില്ലേജുകളാണ്, മലപ്പുറത്ത് 138 വില്ലേജുകളാണ്. ഇതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ താലൂക്കുകളുടെ കണക്ക് മാത്രം എടുത്ത് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തിരൂർ 9.28 ലക്ഷം ആളുകളാണ് തിരൂർ താലൂക്കിലുള്ളത്, മല്ലപ്പള്ളിയിൽ അത് 1.34 ആണ്. ഇനി വില്ലേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 31 ലക്ഷം ജനസംഖ്യയുള്ള തൃശ്ശൂർ 255 വില്ലേജ് ആണെന്നുണ്ടെങ്കിൽ 50 ലക്ഷം ജനസംഖ്യയുള്ള മലപ്പുറത്ത് 138 മാത്രമാണുള്ളത് അല്ലേ. ഏകദേശം 32 പുതിയ വില്ലേജുകൾ ആവശ്യമുണ്ടവിടെ, പക്ഷേ അത് നടക്കുന്നില്ല. ഇനി കുടിവെള്ള ദൗർബല്യത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും കോർപ്പറേഷൻ അല്ലേ, ഏറ്റവും വലിയ ഒരു 1ാം നമ്പർ ആയിട്ടുള്ള ജനസംഖ്യയുള്ളൊരു ജില്ലയിൽ കോർപ്പറേഷൻ ഇല്ല, അതിൻ്റെ ഭാഗമായിട്ടുള്ള ഫണ്ടുകളുടെ പ്രശ്നം വരും. ഇനി മലപ്പുറത്തിൻ്റെ മാത്രം എണ്ണം പരിശോധിച്ച് നോക്കിയാൽ ഇന്ത്യയിലുള്ള 8 സംസ്ഥാനങ്ങളെക്കാളാണ് ജനസംഖ്യ. സിക്കിമിൽ 6 ലക്ഷമാണ് ജനസംഖ്യ എന്നുണ്ടെങ്കിൽ മലപ്പുറത്ത് 41 ലക്ഷമാണ്. അപ്പോൾ 8 സംസ്ഥാനങ്ങളെക്കാൾ ജനസംഖ്യയുള്ളൊരു സ്ഥലമാണ് നമ്മൾ ഈ പറയുന്നത്. ജില്ലാ വിഭജനമാണോ വേണ്ടത്, ജില്ലയെ 2 ആക്കുകയാണോ വേണ്ടത്, അതിനേക്കാൾ അപ്പുറത്തേക്കുള്ള സ്റ്റെപ്പുകൾ എടുക്കേണ്ട സമയമായിട്ടുണ്ട്. മിസോറാം, അരുണാചൽ, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഗോവ, നാഗാലാൻഡ്, മണിപ്പൂർ, മേഘാലയ, ത്രിപുര ഈ പറഞ്ഞ സംസ്ഥാനങ്ങളെക്കാളൊക്കെ കൂടുതൽ ജനസംഖ്യയാണ് യഥാർത്ഥത്തിൽ മലപ്പുറത്ത് മാത്രമുള്ളത്. അപ്പോൾ ഇവിടെ കണക്കുകൾ പരിശോധിച്ച് ഫാക്ച്വലി
സംസാരിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇത് എല്ലാ മേഖലയിലും ഇത് പ്രതിഫലിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നാണ് വിദ്യാഭ്യാസ വിവേചനം അല്ലേ. മലബാറിൻ്റെ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ വിവേചനം എപ്പോഴും നമ്മൾ പ്രശ്നം പറയാൻ അല്ലേ. +1 സീറ്റ് പ്രതിസന്ധി എപ്പോഴും എല്ലാ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും നമുക്ക് തന്നെ ചർച്ച അല്ലേ. മലബാർ സീറ്റില്ല. ഏകദേശം ഓരോ വർഷവും 1,00,000-ലധികം വിദ്യാർത്ഥികൾക്കാണ് മലപ്പുറം ജില്ലയിൽ മാത്രം തുടർ പഠനത്തിന് അവസരമില്ലാതായി പോകുന്നത്. എന്നാൽ സൗത്തിൽ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒഴിഞ്ഞു കിടക്കുന്ന ക്ലാസ്സുകളാണ് അല്ലേ. മധ്യ കേരളത്തിൽ ആയിരക്കണക്കിന് ഹയർ സെക്കൻഡറി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോൾ ഇവിടെ സീറ്റില്ലാതെ 1,00,000-ലധികം ആളുകൾ പുറത്ത് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഉദ്ദേശിച്ച സ്ട്രീം കിട്ടുക എന്ന് പറയുന്നത് അത്രത്തോളം ഇമ്പോസിബിളായി വരികയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ നിഷ്പക്ഷമായി ആലോചിച്ചാൽ ഏതൊരു മനുഷ്യനും ബോധ്യപ്പെടുന്നൊരു കാര്യമാണ്, നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള മുൻവിധികളില്ലാതെ. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ മലബാറിൽ 500-ലധികം പുതിയ ഹയർ സെക്കൻഡറി ബാച്ചുകൾ അനുവദിക്കാൻ മാത്രമുള്ള ഒരു അവസ്ഥ ഇപ്പോഴും ഉണ്ട്. അത് അനുവദിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? ഈ പറഞ്ഞ പുനഃക്രമീകരണമായിട്ട് ഇതിന് ബന്ധമുണ്ട്. അതേപോലെ തന്നെയാണ് ഈ പലപ്പോഴും സംഭവിക്കുന്നത് ബാച്ചിലെ കുട്ടികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഒരു ക്ലാസ്സിൽ തന്നെ 70 മുതൽ 90 വരെ കുട്ടികളാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് ആ കുട്ടികൾക്ക് ഒരു ശ്രദ്ധയും അല്ലെങ്കിൽ ഒരു കൃത്യമായൊരു വിദ്യാഭ്യാസവും കിട്ടുക? മൈക്കെടുത്തിട്ട് ക്ലാസ് എടുക്കേണ്ടുന്ന അവസ്ഥയാണ് മലബാറിലുള്ളത് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ. അപ്പോൾ അത്രയും കുട്ടികൾ ഒരു ക്ലാസ്സിൽ പഠിക്കേണ്ടത് വരുന്ന അവസ്ഥ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ രൂപത്തിൽ ഉള്ള ഒരു അവസ്ഥ ഉണ്ടായി. ഇത് നമ്മൾ മാത്രം ഒരു പരാതിയായിട്ട് പറയുന്നൊരു കാര്യമല്ല. വി കാർത്തികേയൻ നായർ കമ്മിറ്റി അതിൻ്റെ ഒരു ശുപാർശയായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് മലബാർ ജില്ലകളിൽ 10ാം ക്ലാസ് ജയിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ആനുപാതികമായി +1 സീറ്റ് ലഭ്യമാക്കണം എന്നുള്ളത്. ഇത് പിന്നെ അത്തരത്തിലുള്ള കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട്. ഏത് നിഷ്പക്ഷമായി പഠിക്കുന്ന ഓർഗനൈസേഷൻസും അതിൻ്റെ പേരിൽ പിന്നെ ആക്ടിവിസം നടത്തുന്ന ആളുകളൊക്കെ അതിൻ്റെ വലിയ കണക്കുകൾ പുറത്തുവിടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആ ഒരു പ്രശ്നം നിലനിൽക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധിച്ച് നോക്കുകയാണെങ്കിലും ഇതേ അവസ്ഥ തന്നെയാണ്. മലപ്പുറത്ത് 22 കോളേജുകളാണുള്ളത്. 6,776 സീറ്റാണ്. കൊല്ലത്ത് 6,830 സീറ്റാണുള്ളത്. എന്ന് വെച്ചാൽ കൊല്ലത്തിൻ്റെ 3 ഇരട്ടി ജനസംഖ്യ മലപ്പുറത്തുണ്ട്. എന്നിട്ടും കൊല്ലത്തുള്ളതിനേക്കാൾ കുറഞ്ഞ ബിരുദ സീറ്റുകളാണ് മലപ്പുറത്തുള്ളത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലേ. അപ്പം ഈ ഒരു കാര്യം സർവകലാശാല അതുപോലെ തന്നെ ഗവേഷണ കേന്ദ്രങ്ങൾ ഇതിലൊക്കെ ഈ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. കേരളത്തിൽ 17 സർവകലാശാലകളാണ് ടോട്ടൽ ഉള്ളതെങ്കിൽ അതിൽ 5 എണ്ണം മാത്രമാണ് മലബാറിലുള്ളത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ തന്നെ ഇഫ്ലു മലപ്പുറം ക്യാമ്പസ് ഇപ്പോഴും കടലാസിൽ മാത്രമാണ്. പിന്നെ അലിഗഡ് മലപ്പുറം ക്യാമ്പസ്, അതുപോലെ തന്നെ ആയുർവേദ സർവകലാശാല, ഇതൊക്കെ കടലാസിൽ ഒതുങ്ങുകയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ സാങ്കേതികമായ കുരുക്കുകൾ പെട്ട് അവിടെ നടക്കാതെ പോവുകയാണ്. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസമാകട്ടെ പൊതുവിദ്യാഭ്യാസമാകട്ടെ അതിലൊക്കെ ഈ ഒരു വ്യത്യാസം നമ്മൾ കാണുന്നു. വ്യവസായ കൃഷി മേഖലകളിലും ഇതേ അവസ്ഥ തന്നെയാണ്. വ്യവസായ മേഖലകളിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാർ 21 സ്ഥാപനങ്ങളിൽ 1 പോലും മലപ്പുറത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ IT വ്യവസായം അതൊക്കെ എറണാകുളം, തിരുവനന്തപുരം ആ ഭാഗത്തേക്ക് ഒതുങ്ങാണ്, മലബാറിലേക്കൊന്നും എത്തിപ്പെടുന്നില്ല. അതേപോലെ തന്നെ 5 ലക്ഷം തൊഴിലാളികൾ ജോലി ചെയ്യുന്ന 613 കയർ വ്യവസായ സ്ഥാപനങ്ങൾ ഒന്നുപോലും മലപ്പുറത്തില്ല. ഇങ്ങനെ ഈ കണക്കുകളൊക്കെ പരിശോധിച്ച് നോക്കിയാൽ ആ മേഖലയിൽ അവസ്ഥ വളരെ പരിതാപകരമാണ്. ഇനി കൃഷി മേഖലയിലേക്ക്, പ്രത്യേകിച്ചും പാലക്കാടുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പാലക്കാട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു നെൽക്കളമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ് അല്ലേ. ഇപ്പോഴും അവിടെയുള്ള ഒരു പിന്നോക്കാവസ്ഥയിൽ ഒരു വ്യത്യാസവും നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഏത് ഫയൽ ശരിയാക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഓടണം അല്ലേ. 600 കിലോമീറ്ററോളം പോയിക്കൊണ്ട് 2 ദിവസം യാത്ര ചെയ്തിട്ട് വേണം ഒരു ഫയൽ റെഡിയാക്കാൻ. അതൊക്കെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കൃഷി മേഖലയുടെ പിന്നോക്കാവസ്ഥക്ക് കാരണം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും ഡാമുകളുണ്ടെങ്കിലും കുടിവെള്ളത്തിൻ്റെ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ ജലസേചന കനാലുകൾ വളരെ മുമ്പേ ഉണ്ടാക്കിയിട്ടുള്ള അതൊന്നും ഇപ്പോൾ പ്രവർത്തന ക്ഷമം പോലും അല്ലാതെ അത് കാലഹരണപ്പെട്ടു പോയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വ്യാവസായിക മേഖലയിലാകട്ടെ കൃഷി മേഖലയിലാകട്ടെ നമ്മൾ അനുഭവിക്കുന്നു. ഗതാഗത രംഗത്താണെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറയേണ്ടത് KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, പ്രത്യേകിച്ചും ഈ ഇടക്ക് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഈ സ്ത്രീകൾക്ക് പിന്നെ സൗജന്യം കൊടുത്ത ആ ഒരു സമയത്ത് അതിൻ്റെ കണക്കുകൾ നമ്മൾ കണ്ടതാണ് അല്ലേ. സൗത്ത് മേഖലയിൽ ആണ് കൂടുതൽ KSRTCകളുള്ളത്. ഓർഡിനറി ആകട്ടെ അല്ലാത്തതാകട്ടെ സൗത്ത് മേഖലയിലാണ് അത് കൂടുതലുള്ളത്. മലബാറിൽ KSRTC ഇല്ല അല്ലേ, ഡിപ്പോകളില്ല. അതേപോലെ തന്നെ റെയിൽവേ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള അതേ ലൈൻ തന്നെയാണ് അല്ലേ. അല്ലെങ്കിൽ അതിൽ ഒരു കിലോമീറ്റർ പോലും എന്ത് ചെയ്യുന്നില്ല, കൂട്ടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേപോലെ തന്നെ പിന്നെ റെയിൽവേയിൽ പിന്നെ തിരൂർ
തിരൂർ സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ പോലും പല ദീർഘദൂര ട്രെയിനുകൾ അവിടെ നിർത്തുന്നില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അവിടേക്കുള്ള പിന്നെ പുതിയ പല ലൈനുകളും എന്ത് ചെയ്തിട്ടുണ്ട്, പ്രപ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാം പേപ്പറിൽ ഒതുങ്ങുകയും അതൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, അങ്ങാടിപ്പുറം ഫറോക്ക് പദ്ധതി, അതേപോലെ തന്നെ നിലമ്പൂർ നഞ്ചങ്കോട് പദ്ധതി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പദ്ധതികൾ പിന്നെ പേപ്പറിലുണ്ടെന്നുണ്ടെങ്കിലും പലതും എന്ത് ചെയ്യാണ്, കുരുങ്ങിക്കിടക്കുക അല്ലെങ്കിൽ വളരെ സ്ലോ ആയി മൂവ് ചെയ്യപ്പെടുകയും ചെയ്യാണ്. ഈ KSRTC ജനസംഖ്യയിൽ 1-ാം സ്ഥാനത്തുള്ള മലപ്പുറത്ത് വെറും 4 ഡിപ്പോകൾ മാത്രമാണുള്ളത്. പ്രഖ്യാപിച്ച മഞ്ചേരി ഡിപ്പോ എപ്പോൾ തുടങ്ങുമെന്ന് അറിയില്ല. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഗതാഗത രംഗത്ത് അതാണ് അവസ്ഥ. അതേപോലെ തന്നെ പല മേഖലകളിലായിട്ട് നമുക്ക് ഈ ഒരു കാര്യം കാണാൻ സാധിക്കും. എല്ലാ ജില്ലകളും, ഞാൻ ഈ പറയുന്നത് മലപ്പുറം അതിൻ്റെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള വിവേചനം അനുഭവിക്കുന്നത് മാത്രം. മറ്റ് എല്ലാ ജില്ലകളും എടുത്തു, കണ്ണൂരിൻ്റെ അവസ്ഥ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസത്തിലും ആരോഗ്യത്തിലും വ്യവസായത്തിലും എല്ലാം ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ ഒരു പിന്നോക്കാവസ്ഥ കണ്ണൂർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൈത്തറി, ബേക്കറി, അതേപോലെ തന്നെ കളരി, ബീഡി, മത്സ്യബന്ധനം, ഇങ്ങനെയുള്ള പല മേഖലകളിലും കണ്ണൂരിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അപ്പോൾ കോഴിക്കോട് വരികയാണെന്നുണ്ടെങ്കിൽ ബേപ്പൂര് അല്ലേ, ലോകപ്രശസ്ത ഒരു പിന്നെ അങ്ങനെ ഒരു ചരിത്രമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോഴും അതെന്ത് ചെയ്യാണ്, വളരെ പിന്നെ ശോചനീയമായ ഒരവസ്ഥയിൽ അത് നിലനിൽക്കുകയാണ്. മലപ്പുറത്താണെന്നുണ്ടെങ്കിലും ഫുട്ബോളിൻ്റെ ഒരു അത്രമേൽ ആവേശം ഉള്ള ഒരു സ്ഥലമായിട്ട് പോലും ഒരു അന്താരാഷ്ട്ര സ്റ്റേഡിയം പോലും ഇല്ലാത്തൊരവസ്ഥ. വയനാടാണെന്നുണ്ടെങ്കിൽ കർഷക ആത്മഹത്യകൾ നിരന്തരമായി നമ്മൾ കേൾക്കുകയാണ്. ആദിവാസികളുടെ പിന്നോക്കാവസ്ഥ, കർഷക സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥ, അങ്ങനെ നിരന്തരമായി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാസർഗോഡിൻ്റെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അല്ലേ, എൻഡോസൾഫാൻ ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒന്നും വേണ്ട, കോവിഡ് കാലഘട്ടത്തിൽ സംഭവിച്ച കാര്യം തന്നെ നമുക്കറിയാം അല്ലേ. കർണാടക അതിർത്തി അത് ക്ലോസ് ചെയ്തപ്പോൾ 20-ലധികം ആളുകളാണ് ചികിത്സയില്ലാതെ മരണപ്പെട്ടത്. അത് തന്നെ മതി കാസർഗോഡിൻ്റെ അവസ്ഥ നമുക്ക് ശരിക്കും മനസ്സിലാകാൻ. പിന്നെ ആരോഗ്യമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, ഇപ്പോഴും മംഗലാപുരത്തെ ആശ്രയിക്കുന്നത് വെച്ചാൽ കർണാടകയെ ആശ്രയിക്കുന്ന ഒരവസ്ഥ അത് നമ്മൾ കാണുകയാണ്. ഇങ്ങനെ കാസർഗോഡാകട്ടെ, വയനാടാകട്ടെ, കണ്ണൂരാകട്ടെ, കോഴിക്കോടിൻ്റെയും പാലക്കാടിൻ്റെയും അവസ്ഥ നമ്മൾ കുറച്ച് പറഞ്ഞു. ഇവിടെയൊക്കെ മലപ്പുറവും ബാക്കി മലബാർ ഭാഗത്തുള്ള മറ്റ് ജില്ലകളെല്ലാം ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അവിടെയാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്ന പ്രപ്പോസലിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അടിയന്തര ആവശ്യം എന്ന് പറയുന്നത് കോഴിക്കോട് ഒരു മിനി സെക്രട്ടേറിയറ്റ് എന്നുള്ളതാണ്. കേവലം ഒരു മലപ്പുറം ജില്ല വിഭജിക്കുക അല്ലെങ്കിൽ ജില്ലാ പുനഃക്രമീകരണം എന്നുള്ളത് കൊണ്ട് പോലും അവസാനിക്കുന്ന ഒരു കാര്യമല്ല. മറിച്ച് കോഴിക്കോട് ഒരു മിനി സെക്രട്ടേറിയറ്റ് എന്ന് വെച്ചാൽ ഇത് ഇവിടെ ഒരു പുതിയതായ ഒരു ആവശ്യമൊന്നുമല്ല, മറിച്ച് മറ്റ് പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒന്നിലേറെ ഭരണ കേന്ദ്രങ്ങൾ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തിരുത്താനോ മറ്റു കാര്യങ്ങൾക്കോ തിരുവനന്തപുരത്ത് പോകുന്നതിന് പകരം ഒരു മിനി സെക്രട്ടേറിയറ്റ് കേരളത്തിലുണ്ടാവും. അവിടെ സെക്രട്ടേറിയറ്റ് ആനക്സും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസും മന്ത്രിമാരുടെ ഓഫീസുകളും അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ സ്പെഷ്യൽ ബെഞ്ചും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് ഒരു ആവശ്യമാണ് അല്ലേ, ഒരു വളരെ ന്യായമായിട്ടുള്ള ആവശ്യമാണ്. മറ്റ് പല സംസ്ഥാനങ്ങളിലും ഒന്നിൽ കൂടുതൽ ഭരണകേന്ദ്രങ്ങളുണ്ട്. പിന്നെ കർണാടകയാണെങ്കിലും തമിഴ്നാടാണെങ്കിലും ഒക്കെ നമുക്കത് കാണാൻ സാധിക്കും. ഇന്ത്യൻ ഭരണഘടനാ പ്രകാരവും ഇത് പോസിബിളാണ്. പക്ഷേ അതിന് നമുക്ക് സാധ്യമാകുന്നില്ല. ഇവിടെയാണ് PV അൻവർ മുന്നോട്ട് വെക്കുന്ന ഈ മലബാർ ജില്ലകളുടെ പൊതുവായിട്ടുള്ള പിന്നെ ഈ അവസ്ഥകൾ മുന്നോട്ട് വെച്ച PV അൻവർ മുന്നോട്ട് വെച്ച ഒരു പ്രപ്പോസൽ അത് ആ രൂപത്തിൽ തന്നെ വേണമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ കണക്കുകൾ പരിശോധിച്ച് നോക്കിയാൽ ഇത്രയെങ്കിലും അടിയന്തിരമായ ആവശ്യമുണ്ട് അല്ലേ. ജനസംഖ്യാനുപാതികമായിട്ടുള്ളൊരു പുതിയ പുനഃസംഘടന എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാലക്കാട് ജില്ല, അത് മണ്ണാർക്കാട്, കോങ്ങാട്, മലമ്പുഴ, പാലക്കാട്, ചിറ്റൂർ, ആലത്തൂർ, നെന്മാറ, ആ ഒരു ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് പാലക്കാട് ജില്ല. തിരൂർ ജില്ല ആവശ്യമാണ്. കോട്ടക്കൽ, തവനൂർ, പൊന്നാനി, താനൂർ, തിരൂർ, പള്ളിക്കുന്ന്, തിരൂരങ്ങാടി, വേങ്ങര ഭാഗങ്ങൾ ചേർത്തുകൊണ്ട്. മലപ്പുറം ജില്ലയിലാണെന്നുണ്ടെങ്കിൽ ഏറനാട്, നിലമ്പൂർ, വണ്ടൂർ, പെരിന്തൽമണ്ണ, മങ്കട, അതേപോലെ തന്നെ മലപ്പുറം, മഞ്ചേരി, കൊണ്ടോട്ടി ഭാഗങ്ങൾ. വടകര ജില്ല അതിൽ പ്രധാനമായിട്ടും കൂത്തുപറമ്പ്, വടകര, നാദാപുരം, കുറ്റ്യാടി, പേരാമ്പ്ര, കൊയിലാണ്ടി, ബാലുശ്ശേരി, അതേപോലെ തന്നെ ഷൊർണൂർ ജില്ലയിൽ പിന്നെ തൃത്താല, പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, ചേലക്കര, തരൂർ, അതേപോലെ തന്നെ കണ്ണൂർ ജില്ലയിലാണെന്നുണ്ടെങ്കിൽ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, മട്ടന്നൂർ, പേരാവൂർ, ധർമ്മടം, തലശ്ശേരി. അപ്പോൾ ഇതിന് കോഴിക്കോട് ജില്ലയുടെയും കാസർഗോഡ് ജില്ലയുടെയും പുനഃസംഘടനയായിട്ട് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് പിന്നെ കോഴിക്കോട് ജില്ലയുടെ അസംബ്ലി മണ്ഡലങ്ങൾ ബേപ്പൂര്, കോഴിക്കോട് സൗത്ത്, അതുപോലെ തന്നെ കോഴിക്കോട് നോർത്ത്, കുന്ദമംഗലം, ഏലത്തൂർ, കൊടുവള്ളി, തിരുവമ്പാടി. കാസർഗോഡാണെന്നുണ്ടെങ്കിൽ മഞ്ചേശ്വരം, പാലക്കാട്, ഉദുമ, കാഞ്ഞങ്ങാട്, തൃക്കരിപ്പൂർ, പയ്യന്നൂർ, കല്യാശ്ശേരി. ഈ രൂപത്തിൽ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ കണക്കുകൾ പരിശോധിച്ച് നോക്കി ജനസംഖ്യാനുപാതികമായിട്ടും അതേപോലെ തന്നെ മറ്റ് സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിലും ഇത്രയെങ്കിലും പുനഃസംഘടനകൾ ആവശ്യമാണെന്നുള്ളതാണ്
പിന്നെ സ്വതന്ത്രമായി പഠിക്കുന്ന ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യം. ഞാൻ ഇത് PVN മാർ മുന്നോട്ട് വെച്ചൊരു പ്രപ്പോസലിനെ ജസ്റ്റ് ഒന്ന് പിന്നെ പറഞ്ഞു എന്ന് മാത്രം. ഈ രൂപത്തിൽ നമ്മൾ സ്വതന്ത്രമായി പഠിക്കട്ടെ അല്ലേ? സർക്കാരിൻ്റെ അന്വേഷണ കമ്മീഷനുകളും അതേപോലെ തന്നെ ഈ വിഷയത്തിലുള്ള പഠന കേന്ദ്രങ്ങളും സ്വതന്ത്രമായ അന്വേഷണങ്ങളൊക്കെ നടക്കട്ടെ. കണക്കുകൾ വെച്ച് നമ്മൾ പരിശോധിക്കുകയും ആവശ്യമായ പുനഃക്രമീകരണങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ അടിയന്തിരമായി സംഭവിക്കേണ്ടുന്നൊരു കാര്യമാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അല്ലെങ്കിൽ ഒരു ജില്ലയുടെ മാത്രം വിഷയമല്ല, മൊത്തം കേരളത്തിൽ തന്നെ പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് ആവശ്യമായിട്ടുള്ള പുനഃസംഘടനയാണ്. അത് വളരെ ബാലിശമായ കാരണങ്ങൾ കൊണ്ടോ നമ്മുടെ മുൻധാരണകൾ കൊണ്ടോ നമ്മുടെ വംശീയ ചിന്തകളോ വർഗീയ ചിന്തകളോ കൊണ്ടോ തട്ടിത്തടഞ്ഞ് ഇല്ലാതാകേണ്ടതല്ല. അതുവഴി സംഭവിക്കുന്നത് നമ്മൾ മൊത്തം മലയാളികൾ തന്നെ ഒരുപാട് കാലങ്ങൾ പിന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക. മറ്റ് സംസ്ഥാനങ്ങളൊക്കെ അവരുടെ ഭരണത്തിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഈസിനെസ്സിന് വേണ്ടി വളരെ മുന്നോട്ടേക്ക് കുതിക്കുമ്പോൾ ഒരുപാട് ജില്ലകളുടെ എണ്ണമൊക്കെ നമ്മൾ ഉണ്ടായിരുന്ന സമയത്തിനേക്കാൾ മൂന്നിരട്ടിയൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോഴും ആകെ 1981 ശേഷം 2 ജില്ലകൾ മാത്രമാണ് പുതുതായി രൂപീകരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ ഒരു അപകടം എത്രത്തോളം പിന്നിലാണ് നമ്മൾ എന്നുള്ളത് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ കാരണം പൊതുവായി നമ്മുടെ ഒരു മനസ്ഥിതി തന്നെയാണ്. ഇതിനൊക്കെ വർഗീയമായിട്ടോ അല്ലെങ്കിൽ വളരെ വിഭാഗീയമായിട്ടോ അല്ലെങ്കിൽ കുടുസായ മനസ്സോടുകൂടി കാണുന്നത് കൊണ്ടാണ് മലയാളികൾ ഇങ്ങനെ ആവാൻ കാരണം. അല്ലെങ്കിൽ പൊതുവായി ഇപ്പോൾ മലബാർ ഭാഗത്ത് ഇത്രയേറെ ആവശ്യമുണ്ട്, മറ്റ് ജില്ലകളിലടക്കം അതിൻ്റെ ആവശ്യങ്ങൾ നോക്കി പുനഃക്രമീകരണങ്ങൾ നടത്താവുന്നതാണ് അല്ലേ? അതുപോലും തടസ്സപ്പെടുന്നത് ഇങ്ങനെയുള്ള ചില കുടുസായ ചിന്തകൾ കൊണ്ടാണ്. ഇത്തരം കണക്കുകളെ കൃത്യമായി അനലൈസ് ചെയ്യാൻ, കൃത്യമായി മനസ്സിലാക്കാൻ, അതിനോട് മുൻവിധികളില്ലാതെ അത്തരം വിഷയങ്ങൾ പഠിക്കാൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട്. ജനപ്രതിനിധികളോട് ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവത്തോടു കൂടി ഉന്നയിക്കാൻ, മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾക്ക് സാധിക്കേണ്ടതുണ്ട്. ഇത്തരം കണക്കുകളും ഇത്തരം കാര്യങ്ങളും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുവാനും ജനപ്രതിനിധികളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുവാനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനും നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. മറ്റ് വിഷയങ്ങൾ അടുത്ത വീഡിയോകളിലൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം.